10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം സമയം വൈകിട്ട് 3 മണിയായപ്പോൾ അമ്മച്ചി വന്നിട്ട് പറയണേ മോനെ ഇത്തിരി അരി പിടിപ്പിച്ചിട്ട് വാടാ വൈകിട്ട് കുറച്ച് ബന്ധുക്കൾ വരുന്നുണ്ട് അവർക്ക് പാപ്പം ഉണ്ടാക്കാനാണ് 3 മണിക്ക് അരി പിടിപ്പിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ 4 മണി 5 മണി 6 മണിയായി വിട്ടു എന്നെ കാണുന്നില്ല ആദ്യം കൂടി അമ്മച്ചി അപ്പച്ചനെ പറഞ്ഞു വിട്ട് ഈ സമയം പള്ളിയുടെ പുറകിലുള്ള പാടത്ത് ചേട്ടന്മാരോടൊപ്പം ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ഞാൻ അപ്പച്ചൻ്റെ കവാസാക്കി ബൈക്കിന്റെ സൗണ്ട് കേട്ടപ്പോഴേ പൊടിപ്പിച്ച് വെച്ച അരി പാത്രം എടുത്തുകൊണ്ട് പാടവരമ്പത്തിലൂടെ 100 പാഞ്ഞ് വീട്ടിലെത്തി വീട്ടുകാരും വൈകിട്ട് 4 മണിക്ക് പാപ്പം കഴിക്കാൻ വന്ന ബന്ധുക്കളെ നോക്കി നിൽക്കുക ബാക്കിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ അപ്പച്ചൻ ഒരു മടിക്കിലെ പട്ടയെടുത്ത് എന്നെ അറഞ്ചം പുറഞ്ചം തല്ലി പാദം വരുത്തി അയ്യോ അപ്പച്ചാ തല്ലല്ലേ അയ്യോ അപ്പച്ചാ കൊല്ലല്ലേ എന്നെ എന്നുള്ള എൻ്റെ നിലവിളി കേട്ട് അപ്പുറത്തെ വീട്ടിൽ ഡാൻസ് പിടിച്ചുകൊണ്ടിരുന്ന പെൺപിള്ളേർ വന്ന് നോക്കി നിന്ന് മടിക്കിലെ കൊണ്ട് കിട്ടിയ അടിയിനേക്കാളും എൻ്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ചത് സമപ്രായക്കാരായ ആ പെൺപിള്ളേരുടെ നോട്ടായിരുന്നു വീടിൻ്റെ ഒരു സൈഡിൽ പോയിരുന്ന ഒത്തിരി കരഞ്ഞു ഞാൻ ഒത്തിരി വിഷമിച്ച് ഞാൻ അന്നേ മനസ്സിൽ ഞാൻ കുറിച്ചിട്ട കാരണത്തോടുള്ള പക ദേഷ്യം എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു അതിനായി ഞാൻ കാത്തിരുന്നു പലപ്പോഴും മാതാപിതാക്കളുടെ ആഗ്രഹം സാധിക്കുന്നത് മക്കളിലൂടെയാണെന്ന് ഞാൻ കേട്ടു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ ദിവസം വന്നെത്തി കാർന്നറുള്ള എട്ടിൻ്റെ പണി സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് എടുത്ത പോലെ ആ മുതൽ അവതരിച്ചു എൻ്റെ എൽസാപ്പി തുമ്പി ഈശോയെ എല്ലാ കളഞ്ഞു പിന്നെ തുമ്പിയെ മമ്മ പറഞ്ഞു നോനോ മമ്മ നോനോ പറഞ്ഞു മമ്മ കൂരൂരിയോ മമ്മ നോനോ കൂരൂരി 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 ഓക്കെ പടകളമാജി ഇതുപോലെ ആരും മുമ്പിൽ കുഞ്ഞുന്നല്ല അല്ലേ എന്താ വെച്ചി പഴയ സാധനമൊക്കെ വീരപ്രതാപൊക്കെ നഷ്ടപ്പെട്ടോ നിങ്ങൾ എന്തൊന്നും അപ്പൊ കാണിക്കണം നിങ്ങൾ 3 മക്കളെ എങ്ങനെ വളർത്തിയത് അടിച്ചു കുട്ടി നിന്റെ കൈയൊന്നും പൊങ്ങല്ല ഈശോയെ എല്ലാ കളഞ്ഞു ചാച്ചാമ്പാ ഒരംഗം കഴിഞ്ഞു നീ 1.5 അടിച്ചേക്കാണോ എന്നത്